ഓരോ നമസ്കാര ശേഷവും അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബുൻ. അള്ളാഹുവെ, ഭീരുത്വത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഭീരുത്വം മനുഷ്യനെ എല്ലാ നന്മയിൽ നിന്നും പിറകോട്ട് വലിക്കും. വ അഊദു ബിക മിനൽ ബുഖൽ, പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒന്ന്, സാമ്പത്തികമായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മനുഷ്യന് തടസ്സമാകുന്നത് പിശുക്കാണ്. ശാരീരികമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നത് ഭീരുത്വവുമാണ്. അതിൽ രണ്ടിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ അർദലിൽ ഉമർ, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ഫിത്നതി ദുനിയ വ അദാബിൽ ഖബർ, ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഫജ്ർ നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 തവണ വീതം ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ നന്മകൾ രേഖപ്പെടുത്തപ്പെടും, ഓരോ പാപങ്ങൾ മായ്ക്കപ്പെടും. അതിനു പുറമെ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് 2 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഫജ്ർ നമസ്കാരത്തിന് ശേഷവും റബ്ബിനോട് ചോദിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ ത്വയ്യിബ വ അമലൻ മുതഖബ്ബല. അള്ളാഹുവേ, ഉപകാരപ്രദമായ ഇൽമ് അഥവാ ശർഈയായ ഹലാൽ ഹറാമുകളെ സംബന്ധിച്ചുള്ള അറിവ് നീ എനിക്ക് നൽകണം. അങ്ങനെ എനിക്ക് ത്വയ്യിബായ നല്ല ഹലാലായ ഉപജീവനം നൽകണം. അതിനു പുറമെ എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കുകയും വേണം. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ള ദിക്ർ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക്. മുആദ്, അള്ളാഹുവാണേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തദഅന്ന അൻ തഖൂല ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. നീ എല്ലാ നമസ്കാര ശേഷവും ഇങ്ങനെ പറയാൻ മറന്നു പോകരുത്, അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും, നീ എന്നെ സൃഷ്ടിച്ചത് നിനക്ക് ഇബാദത്ത് ചെയ്യാനാണല്ലോ, ആ ഒരു ഡ്യൂട്ടി, ആ ഒരു കർമ്മം വളരെ നന്നായി നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് നാഥാ നീ എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനോട് നന്ദി കാണിച്ചുകൊണ്ട് അവന് നല്ല നിലയ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കുകയും ചെയ്യുക. സർവശക്തനാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.